Hi, hello, welcome to yet another video of Garage 51. നമ്മുടെ ഷോപ്പിൽ എച്ച് ജിയുടെ കുറച്ച് അപ്ഡേറ്റഡ് ഹെഡ്ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മിക്സഡ് വെറൈറ്റീസ് ഓഫ് ഹെഡ്ലൈറ്റ്സ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് കത്തിച്ച് കാണിച്ചു തരുന്നതായിരിക്കും. ഒരുപാട് വണ്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെഡ്ലൈറ്റ്സ് ഇതിലുണ്ട്. അതായത് 7 ഇഞ്ചസ് ആയിട്ടുള്ള വണ്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെഡ്ലൈറ്റ്സ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെഡ്ലൈറ്റ് ജാവയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ലൈറ്റും ഉണ്ട്. ഇനി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. ഒരുപാട് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോ ഹെഡ്ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരാം എന്തെല്ലാം വെറൈറ്റീസ് ഓഫ് ലൈറ്റ് ഇതിലുണ്ട് എന്നുള്ളത്. ഒരു ഹെഡ്ലൈറ്റ് തന്നെ ഒന്നിലധികം ലൈറ്റിൻ്റെ വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ RX-നും അതുപോലെ തന്നെ അവഞ്ചറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ്. ഇത് 5 ഇഞ്ച് ആ ഒരു ഡയമീറ്ററിൽ വരുന്ന ഒരു ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ 2 ലൈറ്റ് വരുന്നുണ്ട്, ഒന്ന് ഡിമ്മും ഒന്ന് ബ്രൈറ്റും ആ ഒരു ടൈപ്പിൽ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ് വരുന്നൊരു ഏരിയ. റിഫ്ലക്ഷൻ കാരണം എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു ഡിം വേർഷൻ വരുന്നുണ്ട്. അല്ല, ഇതാണ് ബ്രൈറ്റ്. പിന്നെ ഈ ഒരു പ്ലഗ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിമ്മാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വേരിയൻസ് വരുന്നത്. ഇത് ബ്രൈറ്റ്, ഇത് ഡിം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ പോർഷൻസും ലൈറ്റ് ഓൺ ആവുന്ന കേട്ടോ. മേലെ കുറച്ച് ലൈറ്റ്സ് വരുന്നുണ്ട്, കണ്ടോ? ഇതിലൊരു ബ്ലൂ ലൈറ്റ്, ഒരു ഫോഗ് ലൈറ്റ് പോലത്തെ ഒരു ഡിസൈനും വരുന്നുണ്ട് ഇതിൽ. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2850 ആണ് വരുന്നത്. അപ്പോൾ RX-ഉം അവഞ്ചറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ഒരു മൈനസ് ഹെഡ്ലൈറ്റ്, ഇത് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളൊരു പീസാട്ടോ. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളിവിടെ കൊടുത്തിട്ടുമുണ്ട്. ഇനി ഒരുപാട് എൻക്വയറിയും അതുപോലെ തന്നെ നമ്മളെപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണിത്. ഇത് നമ്മുടെ റോയൽ എൻഫീൽഡ് യൂസേഴ്സിന് പറ്റിയൊരു ഹെഡ്ലൈറ്റാണ്. ഈ ഒരു ഹെഡ്ലൈറ്റ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഹെഡ്ലൈറ്റ് ഓൾമോസ്റ്റ് ഒരു 7 ഇഞ്ചസ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഓൺ ചെയ്യാൻ പോവാണ്. ഇതിൽ വണ്ടിയിൽ പ്ലഗ് ആൻഡ് പ്ലേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഓൺ ആവും. ഇത് വന്നിട്ട് കണ്ടോ, ബ്രൈറ്റ് ആണിത്. പിന്നെ ഇത് ഡിമ്മാണ്. ഇതിപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് പിടിച്ചത്. അല്ല, കറക്റ്റാണ്. മേൽഭാഗത്ത് ഡിമ്മാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റർ വേർഷൻ. ഇത് ഇതിൻ്റെ ഒരു ഡിമ്മർ വേർഷനാണ്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റിംഗ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ തന്നെ ഈ ഒരു മൈനസിൽ വരുന്നത് ഈ ഒരു യെല്ലോ ലൈറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വാം യെല്ലോ ആണ് വരുന്നത്. അതുപോലെ തന്നെ ബ്രൈറ്റ് വൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 4 വേരിയൻസ് വരുന്നുണ്ട്. അതായത് ഒരു ബ്രൈറ്റ് വരുന്നുണ്ട്, ഒരു ഡിമ്മ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മൈനസിൽ യെല്ലോയും ഈ വൈറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡ് ആയിട്ടുള്ള ക്ലാസിക്, പിന്നെ സാധാ ബുള്ളറ്റ് 350, പിന്നെ ഇൻ്റർസെപ്റ്റർ, അങ്ങനെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ മീറ്റിയോറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഹെഡ്ലൈറ്റ് ആട്ടോ. അതിൽ മീറ്റിയോറിനൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ലയണ് ക്രൗണൊക്കെ വെച്ചിരിക്കുന്ന ഒരു പിക്ചറും ഉണ്ട്. അപ്പോൾ അടിപൊളിയായിരിക്കും തോന്നുന്നു. ഇത് കത്തിച്ച് ഇത് ലൈറ്റ് ഓൺ ആക്കാൻ പോവാണ്. ഇത് ഇതിൻ്റെ ഒരു ഡിമ്മർ വേർഷൻ ആണെന്ന് തോന്നുന്നു. പിന്നെ വന്നിട്ട് ഇത് എല്ലാം ഒരു ഡിമ്മായിട്ടുള്ളൊരു ലൈറ്റാണ് വരുന്നത്. അത് ഇനി മറ്റുള്ള ഹെഡ്ലൈറ്റ്സ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല. പക്ഷെ എന്താ അറിയോ പ്രത്യേകത, അത് കണ്ണുക്ക് കുത്തില്ല. നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അതിന് നമുക്ക് ആ കണ്ണ് കുത്തുന്ന ആ ഒരു ലൈറ്റ് അല്ല. ഈ ഒരു ലൈറ്റ് പറഞ്ഞാൽ ഡിമ്മാണെങ്കിലും ബ്രൈറ്റ് ആണെങ്കിലും ഇതിൽ ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഡിം വേർഷനാണ്. അതുപോലെ തന്നെ ഇതൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വേർഷൻ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ 2 ലൈറ്റ് ആണെങ്കിലും നമുക്ക് അങ്ങനെ വല്ലാതെ കണ്ണ് കൂത്തില്ല. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ റീസ്റ്റോറേഷൻ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മുന്നിലുള്ള ആൾക്ക് ഡിസ്റ്റർബ് ആവില്ല ഇങ്ങനെ നല്ല
ഹെവി ലൈറ്റ് കൊടുത്തില്ല. അപ്പോൾ അതിൽ ഡിമ്മും ബ്രൈറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സിംഗിളായിട്ട് ഒറ്റയ്ക്കൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ഇട്ടാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ താഴ്ഭാഗത്തുള്ള എന്താണ് മുള്ളും ചെടിയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൽ വേറെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്, കണ്ടോ. ഈ മീറ്റിയോറും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമിൽ വരുന്ന ആ വൈറ്റ് ലൈറ്റും കത്തുന്നുണ്ട്. മീറ്റിയോർ റെഡ് ഷെയ്ഡിലാണ് കത്തുന്നത്. പിന്നെ ഇതിൻ്റെ റൗണ്ടിലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്, വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്, കണ്ടോ. ആ വൈറ്റ് തന്നെ നമുക്ക് ആ ഒരു യെല്ലോയിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോഴും മീറ്റിയോർ എന്നുള്ള ആ ഒരു നെയിം റെഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ലയണും നല്ല രീതിയിൽ തന്നെ ഓൺ ആവുന്നുണ്ട്. അതൊരു ഗ്രീൻ ലൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വണ്ടിയിൽ ഉണ്ടാവും. ഇതിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്നുകൂടി കാണിച്ചു തരാം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് വൈറ്റ്, ഇത് യെല്ലോ, ഇത് വന്നിട്ട് ഇതിൽ റെഡ് വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്, അങ്ങനെ പല ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഷെയ്ഡ് വരുന്നുണ്ട്, കണ്ടോ. 3 കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെതായ രീതിയിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ മീറ്റിയോറിനൊക്കെ കിടുമായിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ജാവയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഹെഡ്ലൈറ്റ് ആട്ടോ പരിചയപ്പെടുത്തുന്നത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഓരോ ലൈറ്റും ഇങ്ങനെ പ്ലഗൊക്കെ ചെയ്ത് കത്തിച്ച് ഓൺ ചെയ്ത് കാണിച്ചു തരുമ്പോഴേ കുറച്ച് ടൈം എടുക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡ് മാത്രമാണ് ഓൺ ആയിട്ടുള്ളൂ. നീ ഒരു വയർ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്പറും ലോവറും, അതായത് ബ്രൈറ്റാണിത്. ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണെങ്കിൽ ഡിമ്മാണ്. പിന്നെ വന്നിട്ട് അതിൻ്റെ റിങ് ഓൺ ആവുന്നുണ്ട്. പിന്നെ ഈ യെല്ലോ റിങ് 2 കളറിൽ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് യെല്ലോയിലും ഒന്ന് വൈറ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് ജാവ യൂസേഴ്സിന് പറ്റിയൊരു ഹെഡ്ലൈറ്റാണ്. ഈ ഹെഡ്ലൈറ്റിൻ്റെ എല്ലാം പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 2000 to 3000 ആ റേഞ്ചിലാണ് വരുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഹെഡ്ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ഇതിപ്പോൾ വന്ന ഒരു അപ്ഡേറ്റഡ് വേർഷനിൽ വരുന്നൊരു പാറ്റേൺ ആണ്. ഇതൊരു അടിപൊളി ഹെഡ്ലൈറ്റ് ആട്ടോ. ഇതും 7 inches ആണ്. ഇതൊരു ഐബ്രോഷ് പോലത്തെ ഒരു ഡിസൈൻ ആട്ടോ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും ഇത് വണ്ടികളിൽ ഫിറ്റ് ചെയ്തിട്ടാണ് കാണിച്ചു തരേണ്ടത്. പക്ഷേ എല്ലാതും കൂടി നമുക്ക് ടൈം ഉണ്ടാവില്ല. ചിലപ്പോൾ ഇതിപ്പോൾ 1-2 പീസ് എടുത്ത് പോയി. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കാമെന്നുള്ളത്. ഇതിൻ്റെ ഒരു ഡിം വേർഷനാണ്. പിന്നെ ഇതൊരു ബ്രൈറ്റ് വേർഷനാണ്. അത്യാവശ്യം നല്ല കളർ നല്ല ഉണ്ട് കേട്ടോ. പക്ഷെ കണ്ണ് കൂത്തില്ല. അത്യാവശ്യം നല്ല വെളിച്ചുണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കണ്ണ് കൂത്തില്ല. പിന്നെ വന്നിട്ടുള്ളത് കണ്ടോ, ഈ ഐബ്രോസ് ഒരു യെല്ലോ ഷെയ്ഡിൽ ഓൺ ആവുന്നുണ്ട്. ഇത് വൈറ്റ് ഷെയ്ഡിൽ ഓൺ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അപ്ഡേറ്റഡ് വേർഷനാണ്. അപ്പോൾ എല്ലാം 2000, 2500, 3000, 3500 ആ ഒരു റേഞ്ചിലാണ് എല്ലാ ഹെഡ്ലൈറ്റ്സും വരുന്നത്. അപ്പോൾ നല്ല ഇപ്പോൾ അപ്ഡേറ്റഡ്, അതായത് HJGയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹെഡ്ലൈറ്റ്സ് എല്ലാം ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതും 7 inches ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് ആണ്. ഇതും നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടിയിലും യൂസ് ചെയ്യുക. ഈ കവർ നമ്മൾ എന്താണ് റിമൂവ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ സ്ക്രാച്ചസ് വീഴും. സ്ക്രാച്ചസ് വീണ് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ വാങ്ങില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉരഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് വീണാൽ അതിൻ്റെ ഭംഗി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ കവർ, ചില കവറൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ മോൾ തന്നെ റിമൂവ് ആക്കും. ഇപ്പോൾ ചിലതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. മാക്സിമം നമ്മൾ ഇതിൽ തന്നെ കവർ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു ബ്രൈറ്റർ വേർഷനാണ്. ഇതും ബ്രൈറ്റർ ആണ് കേട്ടോ. ഇതിപ്പോൾ ബ്രൈറ്റ് ചെയ്താൽ ഡിം ചെയ്താന്ന് മനസ്സിലാവാത്ത ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വെളിച്ചം വന്നിട്ടേ അത് നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു ഫോഗ് ലൈറ്റ് പോലത്തെ ഒരു റിങ് കൊടുത്തിട്ടുണ്ട് ബ്ലൂ ഷെയ്ഡിൽ. ഇത് തന്നെ യെല്ലോ ഷെയ്ഡിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലൈറ്റൊക്കെ ഒരുപാട് കളർ വേരിയൻസ് ഉള്ളൊരു ഡിസൈൻസാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനിയൊരു വെറൈറ്റി ഡിസൈൻ ആട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്.
ഇവിടെ ഒരു യു ഷേപ്പിലൊരു വൈറ്റ് ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇതിങ്ങനെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഒരു നോയ്സ് വരുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ശബ്ദമുണ്ട്. ചിലപ്പോൾ ഇതിൽ എന്താണ് ഇങ്ങനെ ആയിരിക്കും, ലൈറ്റ് ഓൺ ആയിന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ വന്നിട്ട് ഈ ഒരു വേർഷൻ ഉണ്ട്. ആ ഒരു യു എന്നുള്ളത് യെല്ലോയിലും ലൈറ്റ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റിലും ഓൺ ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റിഫ്ലക്ഷൻ കാരണം എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ ഒരു ഡിമ്മും ഒരു ബ്രൈറ്റും. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ 7 ഇഞ്ചസിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ്. ഇതാണ് നമ്മുടെ താരം. ആൾക്കാണ് കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുള്ളത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ. മൈനസ് വിത്ത് റിംഗ് ഹെഡ്ലൈറ്റ്. ഇത് നല്ല മൂവിങ് ലൈറ്റാട്ടോ. അതായത് ചിലർ മൈനസ് മാത്രം ചോദിച്ചു തരുന്നവരുണ്ട്, പിന്നെ മൈനസ് വിത്ത് റിങ്ങും ചോദിച്ചു തരുന്നുണ്ട്. മൈനസ് വിത്ത് റിങ് ആകുമ്പോൾ നല്ല വെളിച്ചമാണ്, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വെളിച്ചമാണ് വരുന്നത്. കണ്ടോ, ഇത് ഓൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഭയങ്കര വെളിച്ചമാണ്. ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റൊക്കെ നല്ല വെളിച്ചമാണ്, ഒന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. പിന്നെ ഇതിൻ്റെ റിങ് അടിപൊളിയാട്ടോ, റിങ് അടിപൊളിയായിട്ട് കത്തും. കണ്ടോ, ഈ വൈറ്റ് തന്നെ നല്ല ബ്രൈറ്റാണ്. ഇതിൽ വരുന്ന വൈറ്റും യെല്ലോയും ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഭയങ്കര വെളിച്ചമാണ്. അതാണ് ഈ ഹെഡ്ലൈറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നല്ല വെളിച്ചം അല്ലെങ്കിൽ നല്ല ലൈറ്റ് വേണമെന്ന് ഉള്ളവർക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് ആട്ടോ ഇത്. പിന്നെ വന്നിട്ട് ഈ ഒരു ഡിസൈൻ ആട്ടോ. ഇതൊരു മൂങ്ങൻ്റെ ഡിസൈൻ പോലെ ഉണ്ട് കേട്ടോ ഉള്ളിൽ വരുമ്പോൾ. ഇതും നമ്മുടെ 7 ഇഞ്ചസ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഇത് അത്യാവശ്യം വെളിച്ചമുണ്ട്, നല്ല വെളിച്ചമുണ്ട് കേട്ടോ. എല്ലാ HJGയുടെ തന്നെയാണ് ബ്രാൻഡ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യെല്ലോ, ഇതിൽ യെല്ലോയും വൈറ്റും വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ചില ആംഗിളിൽ ആ ഒരു ഡുവൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വേരിയേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള പാറ്റേൺ ഈ മൈനസ് വിത്ത് റിങ്ങും പിന്നെ വെറും മൈനസ് അതൊക്കെയാണ് കേട്ടോ. പിന്നെ മീറ്റിയോറിൻ്റെ ഹെഡ്ലൈറ്റ്, ഇതൊക്കെ അങ്ങനെ എന്താണ് വളരെ റെയറായിട്ട് പോകുന്ന ഡിസൈൻ ആണെങ്കിലും നല്ല ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഏത് ഡിസൈനാണോ യൂസ് ചെയ്യുന്നത് ആ ഡിസൈൻ തന്നെ ചോദിച്ചു വരും. പുതിയതായിട്ട് വയ്ക്കാൻ കസ്റ്റമേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ. എന്താണെന്ന് അറിയില്ല. അത് ഹെൽമെറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ആരെങ്കിലും വെച്ച ഡിസൈൻസാണ് കൂടുതൽ പോണത്. നമ്മൾ പുതിയ ഡിസൈൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയും അത് വേണ്ട പറയും. അങ്ങനെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ വൈറ്റ്. ഇത് ഡിമ്മാണ്, ഇത് ബ്രൈറ്റാണ്. ബ്രൈറ്റിൽ 3 ഓണാവുന്നുണ്ട്, ഡിമ്മിൽ ഓണാവുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡിമ്മും ബ്രൈറ്റും അല്ല, ലൈറ്റ് കണ്ടുകൊണ്ട് മനസ്സിലാവുന്നില്ല ഡിം ചെയ്താൽ ബ്രൈറ്റ് ചെയ്താന്നുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇത് വാം ലൈറ്റാണ്. വാം ലൈറ്റിലും വരുന്നുണ്ട്, പിന്നെ വൈറ്റ് ലൈറ്റിലും വരുന്നുണ്ട്. ഇത് പക്ഷേ അങ്ങനെ കണ്ണ് കുത്തുന്ന ഷെയ്ഡൊന്നുമല്ല. ഈ മൈനസ് വിത്ത് റിംഗ് ലൈറ്റ് മാത്രം കേട്ടോ നല്ല ഹെവി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ വിശേഷങ്ങൾ. ഇനിയും കുറേ ഹെഡ്ലൈറ്റ്സ് നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 7 ഇഞ്ചസ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു 5 ഇഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജാവയുടെ ഒരു ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൺലൈൻ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫ്രഷ് പീസും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞാൽ ചില ഇതിൻ്റെയൊക്കെ ആ ഒരു മേലത്തെ കവർ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഹെഡ്ലൈറ്റ്സൊക്കെ കത്തിയിട്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും. എന്നാലും ഈ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ ഇത് പറയുമോ, ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുമോ, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ടോ, ഏതൊക്കെ വണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ കളേഴ്സ് വേരിയൻസിൽ വരുന്നുണ്ട്, ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് വരുന്നത് 2000 to 3500 റേഞ്ചിലാണ് ഈ ഹെഡ്ലൈറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ മീറ്റിയോറിൻ്റെ ഹെഡ്ലൈറ്റ്
ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. മീറ്റിയോറിന്ന് നെയിമുള്ളതുകൊണ്ട് ആ വണ്ടിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ജാവ. പിന്നെ നമ്മുടെ ഷോപ്പിൽ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളുണ്ട് കേട്ടോ. AJGൻ്റെ ഫോഗ് ലാംപ്സ് ഉണ്ട്, ഫോഗ് ലൈറ്റ്സ് ഉണ്ട്, പിന്നെ പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റുകൾ വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ, അങ്ങനെ പല വെറൈറ്റീസുള്ള ലൈറ്റുകളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെറും ഈ ഒരു HIG ടൈപ്പിൽ വരുന്ന ഹെഡ്ലൈറ്റ്സ് മാത്രമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വെറൈറ്റി ഓഫ് HIGയുടെ ഹെഡ്ലൈറ്റ്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ റീസ്റ്റോറേഷൻ്റെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ റമദാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഷോപ്പ് വിസിറ്റൊക്കെ കുറവാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ റീസ്റ്റോറേഷനും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. മോർണിംഗിലാണ് ഷോപ്പിലോട്ട് വരാറ്. ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാലാണ് കുറച്ചധികം റീസ്റ്റോറേഷനും അല്ലെങ്കിൽ സർവീസസൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ വീഡിയോസാണ് എടുക്കുന്നത്. മുന്നേ ഞാൻ എയർ സീറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ സീറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ്സിൻ്റെ വെറൈറ്റീസ് നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വെറൈറ്റീസും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് DM ചെയ്യുക. വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈക്ക് ലവേഴ്സിനും റൈഡേഴ്സിനൊക്കെ നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.